ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിത് നിങ്ങൾക്ക് മുന്നേ പറയാൻ ഉദ്ദേശിക്കുന്നത് പല പാരൻസിൻ്റെയും ഒരു കൺസേൺ ആണ്. നമ്മുടെ കുഞ്ഞുമക്കൾ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, വേറൊരാൾ പേര് ചോദിച്ചാൽ പറയുന്നില്ല, ആരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. ഒരു പേര് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ വരുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ഓടി നമ്മളടുത്ത് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ റൂമിൽ കയറി ഇരിക്കുകയാണ്, അവർ പോയതിന് ശേഷം മാത്രമേ ഇറങ്ങുന്നുള്ളൂ. എന്താ കാര്യങ്ങളല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളെ സ്മാർട്ടാക്കാം, അത് നമ്മൾ സ്മാർട്ടാക്കി എങ്ങനെ സൊസൈറ്റിയിൽ ഇറക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 3-4 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അതിലൊന്നാണ് റീഡിങ് ഹാബിറ്റ്. ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ടോ നമ്മൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം അവർ ശ്രദ്ധിക്കുകയില്ല എന്നുള്ളതല്ല. 2.5-3 years ഒക്കെ കുട്ടികളാണെങ്കിൽ അവർ അവരുടെ രീതിയിലായിരിക്കും കളി തുടങ്ങുന്നത് അല്ലേ. പക്ഷേ അവർ ഒരു ശ്രദ്ധ നമ്മുടെ പറയുന്ന കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ 2.5-3 എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും വർത്ത്ലെസ് ആവില്ല. സോ നമ്മൾ കഥകൾ അല്ലെങ്കിൽ പാട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ പാടിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, നമ്മളുടെ സ്ക്രീൻ ടൈം. ഇത് ഞാൻ എപ്പോഴും ഏത് വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്. സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത്, റെഡ്യൂസ് സ്ക്രീൻ ടൈം ആണ്. കാരണം സ്ക്രീൻ ടൈമിൽ കൊണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനങ്ങളും ഇല്ല. അവർക്ക് വീണ്ടും എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ കുറയാനും അറ്റൻഷൻ കുറയാനും ഉള്ള ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത്. കഴിവതും നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുക. മാക്സിമം എന്താ പറയുക, അവരുമായിട്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മളും കൂടെ ഇരുന്ന് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുക എന്നുള്ളത്. തേർഡ് ആൻഡ് ഫോർത്ത് ഞാനൊന്ന് ഒരുമിച്ച് പറയുവാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കൊണ്ടുപോകണം, പാർക്കിൽ കൊണ്ടുപോകണം, അതുപോലെ തന്നെ ചെറിയ ചെറിയ ജേണികളിൽ കൊണ്ടുപോകണം എന്ന് പറയാൻ കാരണം ഈ 2 കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. എങ്ങനെ പുറത്ത് സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരാളോട് സംസാരിക്കണം. ഇപ്പോൾ പാർക്കിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ടോയ്സ് കാണും അല്ലേ. അപ്പം നമ്മുടെ മക്കൾ മാത്രമാണോ വരുന്നത്? അല്ല, വേറെയും കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് അവർ പഠിക്കും. മാത്രമല്ല ടേണിങ്സ് പഠിക്കും. അതായത് അപ്പോൾ ഒരു സ്ലൈഡിൽ കയറണം എന്നുണ്ടെങ്കിൽ വേറൊരു കുട്ടി നിൽക്കുവാണ്, നമ്മൾ ഉടനെ നമ്മുടെ കുഞ്ഞിനെ ആദ്യം കയറ്റുമോ? ഇല്ലല്ലോ. ആ കുഞ്ഞ് കയറിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ കുഞ്ഞിന് ആ ടോയിൽ കയറാനുള്ള റൈറ്റ് ഉള്ളത്. സോ ആ ഒരു റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ടേണിങ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ആ ഒരു പ്ലേ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു പാർക്കിൽ വെച്ച് പഠിക്കും. കുറേ ടൈംസ് ആകുമ്പോൾ അവനറിയാം, അവന് വെയിറ്റ് ചെയ്യണം, വെയിറ്റിംഗ് പ്രോസസ്സ് എന്താണെന്ന് പഠിക്കും. ടേണിങ്സ്, അവൻ്റെ ഊഴം എപ്പോഴാണ് വരിക എന്നുള്ളത് പഠിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഈ 2-3 കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാർക്കിലൊക്കെ കൊണ്ടുപോകുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ജേണിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ യാത്രകൾ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ചെയ്യുക. അതെന്തിനാണ്? മന്ത്ലി വൺസ് എങ്കിലും അങ്ങനെ ചെയ്യുക. കാരണം കുഞ്ഞുങ്ങൾ പല രീതിയിലുള്ള ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് കൂടി വരും അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകുന്ന സമയത്ത്. കാരണം തിങ്കിങ് പ്രോസസ്സ് കൂടും. ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സുകൾ നമ്മളോട് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അവിടെ കാണുന്ന കാഴ്ചകൾ ഇവരുടെ മൈൻഡിൽ ഉണ്ടാവും. ഈ നേരിട്ട് കാണുന്ന വിഷ്വലൊക്കെ കുഞ്ഞുങ്ങൾ മറക്കാനായിട്ട് ചാൻസസ് കുറവാണ്. സോ അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടും. സോ ഈ വക കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമക്കളെ സ്മാർട്ടായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം.